ടി വി പ്രസാദ്, എന്താണ് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ? സ്ലാബ് പൊളിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന തൊഴിലാളികളാണെന്ന് തോന്നുന്നു അത് പൊളിക്കുന്നത്, അല്ലേ? നാട്ടുകാരല്ല. അരുൺ, ഇവിടുത്തെ കാഴ്ചയിൽ അത് വ്യക്തമല്ല. എന്തായാലും പൊളിക്കാനുള്ള നടപടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആളുകൾ അങ്ങോട്ടേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിന്ന് കാണുന്ന രീതിയിലല്ല അതുള്ളത് എന്നത് തന്നെയാണ്. എന്തായാലും ഉടൻ തുടങ്ങുന്ന രീതിയിൽ കല്ലറയിൽ മൃതദേഹം എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഏറ്റവും പുതിയ അപ്ഡേറ്റ്, ഭൗതിക ശരീരം അവിടെ തന്നെയുണ്ട്. ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറയ്ക്കുള്ളിൽ തന്നെയുണ്ട് എന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു എന്ന വിവരം ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്ന് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരമാണ്. അപ്പോൾ ആദ്യത്തെ സംശയം അവസാനിച്ചിരിക്കുന്നു. ചിലർക്കെങ്കിലും സംശയമുണ്ടായിരുന്നു കല്ലറയിൽ ഈ ഗോപൻ സ്വാമി ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന്. കല്ലറയിൽ തന്നെയുണ്ട് ഗോപൻ സ്വാമി. മക്കൾ പറഞ്ഞത് ശരിയാണ്. കല്ലറയിൽ ഗോപൻ സ്വാമി സമാധിയിരുത്തിയിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ആ സമാധി അടഞ്ഞത് മരണം സ്വാഭാവികമാണോ എന്നുള്ളത് മാത്രമാണ്. അത് പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. അതിന് ശാസ്ത്രീയമായ പരിശോധന നടക്കേണ്ടതുണ്ട്. സ്ലാബിൽ ഇപ്പോൾ മൃതദേഹമുണ്ട്. സ്ലാബ് നീക്കിയിരിക്കുന്നു. മൃതദേഹമുണ്ടെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. റഹീസ്, ഇപ്പോൾ ആദ്യത്തെ കൺഫർമേഷൻ, സ്ലാബിനുള്ളിൽ മൃതദേഹമുണ്ട്. അതാണ് പലരും സംശയിച്ച, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും പറഞ്ഞിരുന്നു ഈ മക്കൾ പറയുന്നതൊക്കെ ശരിയാണോ, ഗോപൻ സ്വാമി ആ സ്ലാബിൽ തന്നെ ഉണ്ടോ എന്ന സംശയം പല കോണുകളിൽ നിന്ന് വന്നിരുന്നു. അതിനൊരു ഉത്തരമായിരിക്കുന്നു, ആ സ്ലാബിനകത്ത് ഗോപൻ സ്വാമി ഉണ്ട്. നേരത്തെ അരുൺ പറഞ്ഞ മറ്റൊരു കാര്യം കൂടി, അതിനകത്ത് അദ്ദേഹത്തെ സമാധി, അതായത് ചമ്രം പടിഞ്ഞ് ഇരുന്ന നിലയിൽ തന്നെയാണ് അദ്ദേഹം അതിനകത്ത് ഉണ്ടായിരുന്നത്. കിടത്തിയ ഒരു ലക്ഷണം കണ്ടിട്ട് ഇല്ല എന്നാണ് ഉദ്യോഗസ്ഥരിൽ ഒരാളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് കണ്ടെടുത്തിരിക്കുന്നു. ആ സ്ലാബിനകത്ത് തന്നെ മക്കൾ പറഞ്ഞ വീടിനടുത്ത് ശിവക്ഷേത്രത്തിന് സമീപം ആൽമരത്തിൻ്റെ ചുവട്ടിൽ വർഷങ്ങൾക്ക് മുമ്പ് ഗോപൻ സ്വാമി തന്നെ പണിത ഒരു സ്ഥലത്ത്, അദ്ദേഹം ധ്യാനത്തിന് വർഷങ്ങളായി ഇരുന്നിരുന്ന ഒരു സ്ഥലത്ത്, അതിനുശേഷം പിന്നീട് ഞാൻ സമാധിയാകുമെന്നും ആവുകയാണെങ്കിൽ എന്നെ ഇവിടെ ഇരുത്തണമെന്നും പറഞ്ഞ് ഗോപൻ സ്വാമി തന്നെ, മക്കൾ പറഞ്ഞതനുസരിച്ച് കോട്ട് ചെയ്യുകയാണ്, ഗോപൻ സ്വാമി തന്നെ നിർമ്മിച്ച ആ സ്ലാബിനകത്ത് അദ്ദേഹം ഉണ്ട്, അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഉണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വന്നിരിക്കുന്നു. ഇനി അറിയേണ്ടത് അവിടെ നിന്ന് മൃതദേഹം എങ്ങനെയാണ് മാറ്റുന്നത്, എങ്ങോട്ടാണ് മാറ്റുന്നത് എന്നതാണ്. ഇതിനകം നമ്മൾ ഇവിടെ നിന്ന് സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഫോറൻസിക് ഉദ്യോഗസ്ഥരും സബ് കളക്ടർ അടക്കമുള്ള ആളുകളും ഡിവൈഎസ്പിമാരടക്കമുള്ള ആളുകളും ഈ കാണുന്ന, നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ടാർപോളിൻ്റെ അകത്താണ് ഉള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് കുറച്ച് സമയം എടുക്കും എന്ന് കരുതുന്നു. അതിനുശേഷമുള്ള തുടർ നടപടികളാണ് നമുക്കറിയേണ്ടത്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെയുണ്ടോ, ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ ഇതിനുശേഷം മൃതദേഹം സംസ്കരിക്കുന്നത് എവിടെയാണ്? അത് ആദ്യ ദിവസം നമ്മൾ മക്കളോട് സംസാരിച്ചപ്പോൾ സ്ലാബ് പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുകയാണെങ്കിൽ പിന്നെ അത് സംസ്കരിക്കേണ്ട ചുമതല ബന്ധുക്കൾക്കുണ്ടാവില്ല, പോലീസ് തന്നെ അത് പൊളിക്കുന്ന ആളുകൾ തന്നെ ചെയ്യണമെന്ന് ആദ്യ ദിവസം മക്കൾ പറഞ്ഞിരുന്നു. പക്ഷേ അത് വികാരഭരിതമായി അവർ പറഞ്ഞതാണ്, ആ പൊളിക്കുന്നതിൻ്റെ വിഷമത്തിൽ പറഞ്ഞത്. അങ്ങനെ ഇനി അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കുടുംബം പോകാനുള്ളൊരു സാധ്യത ഈ ഘട്ടത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം അവരെ കൂടി സംസാരിച്ച് അവരെ കൂടി കൺവിൻസ് ചെയ്തിട്ടുള്ള ഒരു പൊളിക്കൽ നടപടികളിലേക്കാണ് ഇവർ കടന്നത്.